അമ്പലക്കുളങ്ങര ശ്രീ പാർവതി പരമേശ്വര ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ലക്ഷം ദീപ സമർപ്പണം വൃശ്ചികം 1 ആരംഭിച്ചിരിക്കുകയാണ്. ക്ഷേത്ര നവീകരണ കലശം, ധ്വജപ്രതിഷ്ഠ മുതലായ മഹത്തായ ചടങ്ങുകൾ, ഈ ക്ഷേത്രത്തിന് ഒരു മഹത്തായ മഹാക്ഷേത്രമാക്കി മാറ്റുന്ന ചടങ്ങുകൾ ഫെബ്രുവരി മാസം നടക്കാൻ പോവുകയാണ്. അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഈ വർഷം ലക്ഷം ദീപം സമർപ്പണം നമ്മൾ ഏർപ്പാട് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ വർഷത്തിന് മുമ്പ് ഇവിടെ ലക്ഷം ദീപ സമർപ്പണം നടന്നിരുന്നു. അത് ഒരു ദിവസം 1,00,000 ദീപം തെളിയിച്ചിട്ടാണ് നടന്നത്. എന്നാൽ ഈ വർഷം വൃശ്ചികമാസം 1 മുതൽ 41 ദിവസം നീണ്ടു നിൽക്കുന്ന ലക്ഷദീപ സമർപ്പണമാണ്. 2500 ദീപങ്ങൾ ഓരോ ദിവസം തെളിയിച്ചുകൊണ്ട് 1,00,000 ദീപം തികച്ച് സമർപ്പിക്കുന്ന 41 ദിവസം കൊണ്ട് സമർപ്പിക്കുന്ന ഒരു പ്രത്യേക ചടങ്ങായിട്ടാണ് ഇത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഈ ലക്ഷം ദീപ സമർപ്പണത്തിൻ്റെ പങ്കാളികളാകാൻ ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ പങ്ക് ഇതിൽ വളരെയേറെ മുൻപന്തിയിൽ തന്നെ ഉണ്ട്. എല്ലാ ദിവസവും നേരത്തെ 5 മണിക്ക് മുമ്പായി തന്നെ 4:30 തന്നെ സ്ത്രീകളോട് എത്തിച്ചേരുകയും ഈ വിളക്കുകളൊക്കെ ക്ലീൻ ചെയ്ത് തിരിയിട്ട് എണ്ണ ഒഴിച്ച് 6 മണിയോടുകൂടി 5:50-6 മണിയോടുകൂടി ദീപാരാധനയ്ക്ക് ശേഷം ദീപം തെളിയിക്കുന്ന ഒരു ചടങ്ങാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് 41 ദിവസം നീണ്ടു നിൽക്കുന്നതാണ്. ഇതിൽ പങ്കാളികളായ ഞങ്ങൾ ഈ പ്രദേശത്തെ, ഈ നാട്ടിലെ എല്ലാവരെയും ഈ അമ്പലക്കുളങ്ങര ശ്രീ പാർവതി പരമേശ്വര ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതിലുപരി ഫെബ്രുവരി മാസം നടക്കാൻ പോകുന്ന ഈ ക്ഷേത്രത്തിൻ്റെ ഉത്സവം, അതായത് കൊടിയേറ്റ മഹോത്സവം, കൊടിമരം സ്ഥാപിക്കലും അതുപോലെ തന്നെ അതായത് ധ്വജപ്രതിഷ്ഠ, അതേപോലെ തന്നെ ബലിക്കല്ലുകളുടെ സ്ഥാപനം എന്നിവ ഈ മഹത്തായ ചടങ്ങുകൾ ഫെബ്രുവരി മാസത്തിൽ നടക്കാൻ പോവുകയാണ്. ഇതിലേക്കും എല്ലാ ഭക്തജനങ്ങളെയും ഞങ്ങൾ ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഭഗവാന്റെ കൃപ കൊണ്ട് ഈ ക്ഷേത്രത്തിലെ എല്ലാ ചടങ്ങുകളും വളരെ ഏറെ ഭംഗിയായിട്ട് നടത്താൻ ഇതുവരെ ഈ ക്ഷേത്ര കമ്മിറ്റിക്കും ഇവിടുത്തെ നാട്ടുകാർക്കും കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് അവരുടെയൊക്കെ സഹായ സഹകരണം കൊണ്ടും അവരുടെ പങ്കാളിത്തം കൊണ്ടും തന്നെയാണ് ഇത് വിജയിപ്പിക്കാൻ ഈ ഓരോ ചടങ്ങുകളും ഭംഗിയായി വിജയിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്. സർവോപരി ഈ മഹാദേവൻ്റെ ചൈതന്യവും ശക്തിയും കൊണ്ട് എല്ലാവിധ കർമ്മങ്ങളും മംഗളമായി നടന്നു വരികയാണ്. ഓം നമഃശിവായ. എൻ്റെ പേര് അനന്തൻ കുനിയിൽ, ക്ഷേത്ര കമ്മിറ്റിയുടെ പ്രസിഡന്റാണ്. നമ്മുടെ അമ്പലക്കുളങ്ങര ശ്രീ പാർവതി പരമേശ്വര ക്ഷേത്രം തുടക്കം കുറിച്ചത് 2006 ഇതിനു വേണ്ടിയുള്ള സ്വർണ്ണ പ്രശ്നം നമ്മുടെ ഈ പരിസര പ്രദേശത്ത് വെച്ച് നടന്നത്. അങ്ങനെ പരിസരത്തെ പ്രദേശത്ത് എന്ന് പറയുമ്പോൾ അതിന് കാരണം ഇവിടെ 1 ഇഞ്ച് സ്ഥലം പോലും ക്ഷേത്രത്തിന് വേണ്ടി ഉണ്ടായിരുന്നില്ല. അന്യനായ ഒരാളോട് തൽക്കാലം സമ്മതം ചോദിച്ചിട്ടാണ് ആ സ്വർണ്ണ പ്രശ്നം തന്നെ നടത്താനുള്ള സ്ഥലം ഞങ്ങൾക്ക് സമ്മതിച്ചു കിട്ടിയത്. പക്ഷെ ഇന്ന് ഈ ക്ഷേത്രത്തിന് 1 ഏക്കറോളം സ്ഥലം നിരന്തരമായ പരിശ്രമവും അതുപോലെ തന്നെ ഭക്തജനങ്ങളുടെ സമർപ്പണവും കൊണ്ട് ഇവിടെ നമുക്ക് ഇന്നുണ്ട്. അതുപോലെ തന്നെ ഈ ക്ഷേത്രം ഇന്ന് അടുത്ത വർഷത്തോടുകൂടി മഹാക്ഷേത്രമായി മാറാൻ പോവുകയാണ്. അതിന്റെ ഒരു ഉത്സവത്തിന്റെ പ്രതീതിയാണ് ഇപ്പോൾ തന്നെ ഈ ക്ഷേത്രത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ആ ജനമനസ്സുകളെ ഒരുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നടക്കുന്ന ലക്ഷം ദീപം മഹായജ്ഞം, ദീപോത്സവം കൊണ്ട് ഈ ക്ഷേത്ര കമ്മിറ്റി ഉദ്ദേശിക്കുന്ന കാര്യവും. കാരണം ഒരു മഹത്തായ കാര്യം നടക്കുമ്പോൾ അതിൽ ഭഗവത് സമർപ്പണം നിരന്തരമായി ഉണ്ടാകണം, അതുപോലെ തന്നെ പ്രാർത്ഥന ഉണ്ടാകണം എന്നുള്ള ആ അതിശക്തമായ ആഗ്രഹത്തിന്റെ ഫലമായിട്ടാണ് ഇത്തരത്തിൽ 41 ദിവസം നീണ്ടു നിൽക്കുന്ന ദീപോത്സവം ഈ ക്ഷേത്ര സന്നിധിയിൽ ആവിഷ്കരിച്ച് നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് ക്ഷേത്ര കമ്മിറ്റിക്കാർ മറ്റും മാത്രമല്ല, ഈ നാട്ടിലെ ആബാലവൃദ്ധം ജനങ്ങൾ ഇതിൽ ബന്ധപ്പെട്ടുകൊണ്ട് അവർ ഒരു ഉത്സാഹത്തിമർപ്പോടു കൂടിയാണ് ഇവിടെ പ്രാർത്ഥന ചൊല്ലി അവർ ഓരോ തിരികളും കത്തിച്ച് ലക്ഷം ദീപ സമർപ്പണത്തിലേക്ക് അവരുടെ ഓരോരുത്തരുടെയും ആത്മസമർപ്പണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിന്റെ തന്ത്രി ബ്രഹ്മശ്രീ തരണനെല്ലൂർ പത്മനാഭനുണ്ണി നമ്പൂതിരിപ്പാടാണ്. അദ്ദേഹത്തിന്റെ ഉപദേശ നിർദ്ദേശത്തോടു കൂടിയാണ് ഓരോ കാര്യങ്ങളും ഈ ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ കാര്യം തന്നെ പറയാം, ഈ ക്ഷേത്രത്തിന് സ്വർണ്ണപ്രശ്നം വെക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിനു വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം തന്നെയാണ് ഒരുക്കി തന്നത്. ക്ഷേത്രം തന്ത്രിയെ കണ്ടെത്തിയത് പോലും ഒരു
ഒരു പ്രത്യേക സാഹചര്യത്തിലായിരുന്നു. ഈ റോഡിന്റെ സൈഡ് ഞങ്ങൾ ആദ്യമായി ഒരു ഭണ്ഡാരം വെക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ ഒരു പ്രശ്നക്കാരനെ കാണുകയും ആ പ്രശ്നക്കാരനാണ് ഇത്തരത്തിൽ തന്ത്രിയുമായി ബന്ധപ്പെട്ട് ക്ഷേത്രകാര്യങ്ങൾ ആലോചിക്കണമെന്ന് ഞങ്ങൾക്ക് ഉപദേശം നൽകുന്നത്. അങ്ങനെ ആ പ്രശ്നക്കാരൻ പ്രശ്നം വെച്ച് നോക്കിയപ്പോഴാണ് ആ പ്രശ്നത്തിൽ പിന്നെ തരണനെല്ലൂർ തന്ത്രിയാണ് ഈ ക്ഷേത്രത്തിന്റെ തന്ത്രി വരിയായിട്ടുള്ളത് എന്നും അദ്ദേഹത്തിന്റെ ഉപദേശ നിർദ്ദേശ ഫലമായിട്ടാണ് ഞങ്ങൾ ക്ഷേത്രത്തിന് ആദ്യമാത്തെ സ്വർണ്ണ പ്രശ്നം തന്നെ വെച്ച് ഇതിന്റെ ക്ഷേത്രത്തിന് തുടക്കം കുറിച്ചത്. അങ്ങനെ ഓരോ ഘട്ടങ്ങളായി കഴിഞ്ഞു. ഈ ക്ഷേത്രത്തിന് ഇപ്പോ പിന്നെ ഞാൻ പറഞ്ഞു ആദ്യമായി ശ്രീകോവില് ഞങ്ങൾ നിർമ്മിച്ച് 2012 പ്രതിഷ്ഠ നടത്തിയത്. ആ പ്രതിഷ്ഠ നടത്തുമ്പോൾ ചെമ്പോലകൾ പതിച്ച് പ്രൗഢഗംഭീരമായ ഒരു ശ്രീകോവിലായിരുന്നു അന്ന് തന്നെ നിർമ്മിച്ച് തുടക്കം കുറിച്ചത്. അതിനുശേഷം ചുറ്റമ്പലം നിർമ്മിക്കാനുള്ള സ്ഥലം പോരാഞ്ഞതുകൊണ്ട് ബേക്ക് ഭാഗത്ത് വീണ്ടും 4 സെന്റ് സ്ഥലം നമ്മൾ വീണ്ടും വാങ്ങിക്കുകയും അങ്ങനെ ചുറ്റമ്പലം നിർമ്മിച്ചു. ചുറ്റമ്പലം നിർമ്മിച്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇവിടെ നടപ്പന്തൽ വേണമെന്നുള്ള ആഗ്രഹം എല്ലാവരും പ്രകടിപ്പിച്ചു. അങ്ങനെ ആ നടപ്പന്തലിന്റെ പണി ഇപ്പം 3 ഭാഗത്തും പൂർത്തീകരിച്ചിരിക്കുകയാണ്. ക്ഷേത്രത്തിന്റെ പിൻഭാഗത്ത് തെക്ക് ഭാഗത്തുള്ള പടിഞ്ഞാറ് ഭാഗത്തുള്ള സ്ഥലത്ത് ഇന്ന് നടപ്പന്തലും അതുപോലെ തന്നെ ഈ പ്രദക്ഷിണ വഴിയും പൂർത്തീകരിക്കാനുണ്ട്. ആ സ്ഥലത്തിന് വേണ്ടിയുള്ള അങ്ങേയറ്റത്തെ പ്രാർത്ഥനകളും നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരോട് മാന്യമായ വില കൊടുത്തുകൊണ്ട് വാങ്ങിച്ച് ആ സ്ഥലവും ക്ഷേത്രത്തിൻ്റെതാക്കി മാറ്റി അവിടെ ക്ഷേത്രത്തിന് ഇപ്പോൾ സ്ഥാപിക്കാനുള്ള ബലിക്കല്ലുകളും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ സ്ഥാപിച്ച് ഒരു പരിപൂർണമായ ക്ഷേത്രം, സമ്പൂർണമായ ക്ഷേത്രം, ഒരു മഹാക്ഷേത്രമായി ഈ അമ്പലക്കുളങ്ങര ശ്രീ പാർവതി പരമേശ്വര ക്ഷേത്രത്തെ മാറ്റുകയും അതിലൂടെ ഈ പ്രദേശത്തിനും ഈ നാട്ടുകാർക്കും നാട്ടുകാരന് മുഴുവനായിട്ട് ഒരു വെളിച്ചം നൽകുന്ന അല്ലെങ്കിൽ ശാന്തിയും സമാധാനവും ലഭിക്കുന്ന ഒരു കേന്ദ്രമാക്കി അതുപോലെ തന്നെ ആധ്യാത്മിക രംഗത്ത് ഒരു ഉന്നതമായ ഒരു അവസ്ഥ കൈവരിക്കുന്ന ക്ഷേത്രമായി ഇതിനെ മാറ്റണമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കാരണം ഇവിടെ ഇപ്പോൾ ആധ്യാത്മിക ഗ്രന്ഥാലയം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ വിൽപ്പനയ്ക്ക് തന്നെ ധാരാളം ഗ്രന്ഥങ്ങൾ ഇവിടെ സ്വരൂപിച്ചിരിക്കുകയാണ്. ഇതൊക്കെ തന്നെ ജനങ്ങളിൽ എത്തിച്ചുകൊണ്ട് ജനങ്ങളിൽ ആത്മബോധവും അതുപോലെ തന്നെ അറിവിന്റെ വെളിച്ചവും നൽകുക എന്നുള്ളതാണ് നമ്മൾ ആത്യന്തികമായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ലോകൈകനാഥനായ ശ്രീ പരമേശ്വരനും ജഗദംബയായ ശ്രീപാർവതിയും കുടികൊള്ളുന്ന ഈ ക്ഷേത്രം എന്നും നാട്ടിനും നാട്ടുകാർക്കും സർവ്വ ഐശ്വര്യങ്ങൾ നൽകി നിലകൊള്ളുവാൻ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥനയാണ് ഞങ്ങൾക്ക് എന്നും ഉള്ളത്. ധ്വജപ്രതിഷ്ഠയ്ക്കുള്ള മരം നമ്മൾ വയനാട് അഞ്ചുകുന്നാണ് ഇവിടെ കഴിഞ്ഞ മാർച്ചിൽ കൊണ്ടുവരികയും കഴിഞ്ഞ ഉത്സവത്തിന്റെ തൊട്ട് മുമ്പായിട്ട് കൊണ്ടുവരികയും അത് മാർച്ച് 10-ാം തീയതി കൊണ്ടുവരും 11-ന് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും സാന്നിധ്യത്തിൽ വമ്പിച്ച ഘോഷയാത്രയായി നമ്മുടെ ക്ഷേത്ര സന്നിധിയിൽ എത്തിക്കുകയാണ്. അതിനുശേഷം അതിന്റെ പണി പൂർത്തീകരിച്ച ശേഷം കൊടിമരത്തിന്റെ ഈർച്ചപ്പണിയും അതുപോലെ തന്നെ ആശാരിപ്പണിയും ഒക്കെ പൂർത്തീകരിച്ച് തച്ചുശാസ്ത്ര പാരമ്പര്യത്തോടുകൂടി എല്ലാ വിധിപ്രകാരമുള്ള വർക്കുകൾ പൂർത്തീകരിച്ച് കഴിഞ്ഞ സെപ്റ്റംബർ മാസം വെണ്ണത്തോണിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. ഒരു വർഷം കഴിഞ്ഞ് ഇപ്പോൾ നമ്മുടെ കൊടിമരം എണ്ണത്തോണിയിലാണുള്ളത്. അത് ഈ ഡിസംബർ ജനുവരി കൊണ്ട് ഇവിടെ ക്ഷേത്രത്തിൽ തന്നെ കൊടിമരത്തിന് നിശ്ചയിച്ച സ്ഥാനത്ത് അതായത് ജയരാമൻ തിരുമേനിയാണ് നമ്മുടെ ഇതിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്, കണക്ക് തച്ചുശാസ്ത്ര കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഉപദേശ നിർദ്ദേശം അനുസരിച്ചാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അദ്ദേഹത്തിന്റെ കണക്ക് പ്രകാരം നിർമ്മിച്ചിരിക്കുകയാണ് ഈ കൊടിമരം. ആ കൊടിമരം ഈ ഉത്സവത്തിനാണ് അതിൽ കൊടിയേറ്റം നടത്തുന്നത്. തന്ത്രിവര്യനും അദ്ദേഹത്തിന്റെ അതിനുവേണ്ടി ഇപ്പോ ആദ്യമായി ചെയ്യേണ്ടത് ഇതില് കൊടിമരം സ്ഥാപിക്കാനുള്ള ആധാരശില സ്ഥാപിച്ച ശേഷം കൊടിമരം സ്ഥാപിച്ച് അതുപോലെ തന്നെ തറയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ചെമ്പ് പറയായിരുന്നു സാധാരണ ഉപയോഗിക്കാറുള്ളത്. പക്ഷേ ഇപ്പോൾ ഈ ക്ഷേത്രത്തിന് നമ്മൾ തന്ത്രിയുടെ കൂടി നിർദ്ദേശപ്രകാരം നമ്മൾ പിച്ചളയിലുള്ള പറകളും അതുപോലെ തന്നെ മറ്റ് കൊടിമരത്തിലുള്ള ആഭരണങ്ങളൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ബലിക്കല്ല് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. കൊടിമരത്തിലുള്ള തറയുടെ ഭാഗങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ചെറിയ ബലിക്കല്ലുകളും അതുപോലെ തന്നെ സപ്തമാതൃക്കൾ അടക്കമുള്ള എല്ലാ ശിലാകളൊക്കെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഫെബ്രുവരി മാസത്തിൽ ഇത് പൂർത്തീകരിക്കാനുള്ള ശ്രമത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 1 കോടി രൂപയോളം ഇതിന് ചെലവഴിക്കേണ്ടി വരും. കാരണം ക്ഷേത്രത്തിന് പിൻഭാഗത്ത് സ്ഥലമില്ലാത്തതുകൊണ്ട് ആ സ്ഥലം കൂടി വാങ്ങിച്ച ശേഷം മാത്രമേ പൂർത്തീകരിക്കാൻ കഴിയൂ എന്നുള്ള അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും സഹകരണവും പ്രാർത്ഥനയുമാണ് ഞങ്ങൾ ഇതിനുവേണ്ടി ആഗ്രഹിക്കുന്നത്.
അതോടൊപ്പം തന്നെ ഈ ക്ഷേത്രത്തിന്റെ തുടക്കം മുതലേ ഞങ്ങളെ രക്ഷാധികാരിയായിട്ട് മധുസൂദൻ വളയം, അദ്ദേഹത്തിന്റെ അമ്മ വീട് ഇവിടെയാണ്. അതുകൊണ്ട് തന്നെ ആ ബന്ധം ഞങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് അദ്ദേഹം ഈ ക്ഷേത്രത്തിന്റെ രക്ഷാധികാരിയായി തുടക്കം മുതലേ തുടരുകയാണ്. കൂടാതെ KP വിജയൻ മാസ്റ്റർ പാതിരിപ്പറ്റ, അതുപോലെ തന്നെ ഡോക്ടർ രാജാറാം തുടങ്ങിയ ആൾക്കാരും ഇതിന്റെ രക്ഷാധികാരികളായിരുന്നു. രാജാറാം സാർ ഇപ്പോൾ ഇല്ല. KP വിജയൻ മാസ്റ്റർ ഇപ്പോഴും ഞങ്ങളുടെ ആഘോഷ കമ്മിറ്റിയുടെ രക്ഷാധികാരിയായി വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ആഘോഷ കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് നമ്മുടെ മധുവട്ടൻ വളയം ഇപ്പോൾ വീണ്ടും ചാർജ് ഇപ്പോഴുണ്ട്. നിലവിലുള്ള ചെയർമാനായിട്ട് മധുവട്ടനാണുള്ളത്. അതുപോലെ തന്നെ ഈ കമ്മിറ്റിയുടെ ഉത്സവാഘോഷ കമ്മിറ്റിയുടെ കൺവീനറായിട്ട് എന്നെ തന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ട്രഷറായിട്ട് ദിലീപൻ മാസ്റ്റർ, അതുപോലെ തന്നെ സാമ്പത്തിക കമ്മിറ്റിയുടെ ചെയർമാൻ ദാമോദരൻ മാസ്റ്റർ, അതുപോലെ തന്നെ വാസു മാസ്റ്റർ കൺവീനർ, ഇങ്ങനെ അതുപോലെ തന്നെ ഇതിന്റെ പ്രോഗ്രാം കമ്മിറ്റിയുടെ ചെയർമാനായി ശ്രീജിത്ത് എലിയാറ, അതുപോലെ തന്നെ കൺവീനറായിട്ട് സുരേന്ദ്രൻ മാസ്റ്റർ, അങ്ങനെ ഓരോ കമ്മിറ്റികൾക്കും പ്രത്യേകം കമ്മിറ്റികൾ ഉണ്ടാക്കിക്കൊണ്ട് വളരെ സുശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി നടക്കുമെന്നുള്ള ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നടക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഓരോ ദിവസവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ എല്ലാവരുടെയും സഹകരണവും പിന്തുണയും ദൈവാനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നമസ്കാരം. ചുരിക ഓൺലൈൻ മീഡിയയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ കക്കട്ടിനടുത്തുള്ള അമ്പലക്കുളങ്ങര ശ്രീ പാർവതി പരമേശ്വര ക്ഷേത്ര സന്നിധിയിലാണ്. 41 ദിവസം 1,00,000 ദീപ സമർപ്പണ യജ്ഞത്തിലാണ് ഈ ഒരു ക്ഷേത്രാങ്കണവും ക്ഷേത്ര പരിസരവാസികളും. കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. ഇത്തരത്തിൽ നമ്മുടെ നാട്ടിലുള്ള ക്ഷേത്രങ്ങളും മറ്റ് സാമൂഹിക സാംസ്കാരിക വേദികളുടെ പ്രവർത്തനങ്ങളും ചുരിക ഓൺലൈൻ മീഡിയയിലൂടെ നമുക്ക് കാണാം. നിങ്ങളുടെ നാട്ടിലെ വാർത്താ പ്രാധാന്യമുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യുക.